തൃശൂർ നെല്ലിക്കുന്നിൽ 1.5 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെല്ലിക്കുന്ന് സ്വദേശികളായ സുരേഷ്, ജിഷ ദമ്പതികളുടെ മകൾ അമയെയാണ് മരിച്ചത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ എന്താണ്? ലക്ഷ്മി, സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. കുട്ടിയുടെ മൃതദേഹം ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കിണറ്റിൽ കണ്ടെത്തുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരിക്കുകയാണ്. എരുമപ്പെട്ടി വെള്ളറക്കാട്ട് ചിറമനങ്ങേട് ആണ് കുട്ടിയുടെ വീടുള്ളത്. ജിഷ സുരേഷ് ദമ്പതികളുടെ ജിഷ സുരേഷ് ദമ്പതികളുടെ മകളാണ് 1.5 വയസ്സുകാരി അമയ. ഈ സംഭവത്തെക്കുറിച്ച് പോലീസും കുട്ടിയുടെ മാതാപിതാക്കളും പറയുന്നത്, ഇന്നലെ രാത്രി കുട്ടിയും അമ്മയും പിതാവും അച്ചമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അച്ചമ്മയെ കുട്ടിയെ ഏൽപ്പിച്ചതിന് ശേഷം മാതാവ് തൊട്ടടുത്ത അയൽ വീട്ടിലേക്ക് പോയിരുന്നു. ഈ സമയത്ത് മാതാവ്, അതായത് മുത്തശ്ശി, വീട്ടിൽ ചില ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശി വിചാരിച്ചത് കുട്ടി അമ്മയുടെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നും അമ്മ വിചാരിച്ചത് മുത്തശ്ശിക്കൊപ്പം കുട്ടി ഉണ്ടായിരിക്കുമെന്നും ആണ്. തിരിച്ച് അയൽ വീട്ടിൽ നിന്നും തിരികെ എത്തിയ ജിഷ വീട്ടിൽ കുട്ടിയെ അന്വേഷിച്ചപ്പോൾ കാണാതായി. തുടർന്ന് സമീപത്തെ കിണറിന് സമീപം പരിശോധന നടത്തിയപ്പോൾ കിണറ്റിൽ കുട്ടി വീണതായി സംശയം തോന്നി. അല്പസമയങ്ങൾക്കകം നാട്ടുകാരെ വിളിച്ചുകൂട്ടി തിരച്ചിൽ ആരംഭിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ മൃതദേഹം കിണറിനുള്ളിൽ പൊങ്ങി വരികയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണം സ്ഥിരീകരിച്ചു. അതിനുശേഷമാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അല്പസമയങ്ങൾക്കകം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. പ്രാഥമിക ഘട്ടത്തിൽ പോലീസിന്റെ ഒരു വിലയിരുത്തൽ, ഈ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒരു അശ്രദ്ധയാണ് കുട്ടിയെ അപകടത്തിനിടയാക്കിയത് എന്നുള്ളതാണ്. വിശദമായ പരിശോധനകളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാകും മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താനാവുകയുള്ളൂ. ലെവിൻ കെ വിജയനാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.